महिषासुरमर्दिनी महिषासुरमर्दिनी ഏകഛത്രാധിപതിയും മഹിഷിയുടെ സഹോദരനുമായ മഹിഷൻ ഏറെ അഹങ്കാരത്തോടും സുഖഭോഗാദികളോടും കൂടി ത്രൈലോക്യങ്ങളും സ്വന്തമാക്കി വാണു. മഹിഷാസുരന്റെ ശല്യം സഹിക്കവയ്യാതായപ്പോൾ ഇന്ദ്രാദി ദേവഗണങ്ങൾ മഹിഷനോട് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. അതിഘോരമായ യുദ്ധത്തിൽ ദേവഗണങ്ങൾ പിന്തിരിഞ്ഞോടി. ഈ സമയം ദേവന്മാർ ബ്രഹ്മദേവന്റെ ഉപദേശപ്രകാരം പരമശിവനിൽ അഭയം പ്രാപിച്ചു. മഹിഷനെ വധിക്കുവാനുള്ള ഉപായം നൽകുമാറാകണമെന്ന് അപേക്ഷിച്ചപ്പോൾ ഒരു സ്ത്രീയാൽ മാത്രമേ മരണം വരിക്കാവൂ എന്ന് ബ്രഹ്മദേവനിൽ നിന്നും മഹിഷൻ വരം വാങ്ങിയിട്ടുണ്ടെന്ന് മഹാദേവൻ അവരെ അറിയിച്ചു. ഇന്ദ്രാദി ദേവകളുടെ അഭ്യർത്ഥന മാനിച്ച് ശൈവനിർദ്ദേശം സ്വീകരിച്ച് ദേവി ശ്രീ മംഗളകാരിണി ജഗദംബ സർവായുധധാരിണിയായി മഹിഷാസുര നിഗ്രഹത്തിനായി പുറപ്പെട്ടു. മഹിഷാസുര, നീ യുദ്ധസാരഥ്യത്തിൽ നിന്നും പിന്മാറുക. എന്തിന് നാം യുദ്ധസാരഥ്യം ഒഴിയണം? സാധ്യമല്ല. നിങ്ങൾ വേണമെങ്കിൽ വിജയം നേടിക്കോളൂ, കഴിയുമെങ്കിൽ വിജയം നേടിക്കോളൂ. അഹന്ത ശമിപ്പിച്ച് വായടയ്ക്കൂ മൂഢ. ചുമ്മാ പുലമ്പി നിൽക്കാതെ കീഴടങ്ങി അടിമയാകൂ, അതാണ് നല്ലത്. നിന്റെ അഹങ്കാരം അതിൽ നടക്കുന്നു. നിന്ന് പുലമ്പാതെ മാറി നിൽക്കൂ, അല്ലെങ്കിൽ നിനക്ക് ആപത്താണ്. അതിനെക്കുറിച്ച് നീ ആജ്ഞ ചെയ്യേണ്ട, അത് സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ സംഭവിക്കുന്നതൊന്നുണ്ട്, നിന്റെ മരണം. എന്ന് ഭ്രാന്ത് പറയാതെ യുദ്ധം ചെയ്ത് നേടും മഹിഷ. ഭാസ്കരൻ, ദുർമുഖൻ, താമ്രൻ, ശിശുരൻ, അസിലോമൻ, അങ്ങനെ 100ഓളം അസുരവീരന്മാരാണ് നമുക്കൊപ്പം പട നയിക്കുന്നത്. അവരോടൊപ്പം ആയിരക്കണക്കിന് വില്ലാളികളും. അതിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞ് പിന്മാറുക. വ്യക്തമായി സംസാരിച്ചു നിൽക്കാതെ നിന്റെ ആകെയുള്ള അസുര അക്ഷോഹിണിയെയും നിരത്തി യുദ്ധം ചെയ്യൂ മഹിഷാസുര. ഇവൾ അനുസരണയില്ലാത്ത പീറ സ്ത്രീയാണ്. ഇനി നിന്റെ അന്ത്യം തന്നെയാണ് ശുഭകരം. പാപനിബദ്ധമായ മനസ്സിലെ മഹിഷാസുരന്മാരെ നിഗ്രഹിച്ച് ദേവി ശ്രീവിരാജിതയായി ഏവരിലും ചൈതന്യം ചൊരിയുന്നു.